നമസ്കാരം. ഇതിന് മുമ്പ് കുറച്ച് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഭാര്യമാരുടെ പുറംപടിക്കുള്ള കാരണം ഏറ്റവും കൂടുതൽ തെറി എനിക്ക് അതിലാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞ പല കഥാപാത്രങ്ങളും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് ശരിക്കും അടിച്ചു കൊടുക്കാത്തതും, പെണ്ണുങ്ങളെ കെയർ ചെയ്യാത്തതും, സ്നേഹം പ്രകടിപ്പിക്കാത്തതും, പിന്നെ പുറംചാട്ടം നടത്തുന്ന അസൂയുള്ള ചില കുലസ്ത്രീകൾ, ഇവരൊക്കെയാണ് തെറി പറയുക. അതെന്തോ ആയിക്കോട്ടെ. ഇത് മുമ്പിലൊരു സാധനം തൂങ്ങി കിടക്കണ്ടെന്നും പറഞ്ഞ് പെണ്ണ് കെട്ടുന്ന കുറേ വൃത്തികെട്ടവന്മാരുണ്ട്. ചിലപ്പോൾ ഒരു വീടൊക്കെ ഉണ്ടാവും, അമ്മയും നാത്തൂന്മാരൊക്കെ പെങ്ങന്മാരൊക്കെ ഉണ്ടാവും, വീടും ഉണ്ടാവും, കൊല ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങാടി വെട്ടുവഴി തെങ്ങിറച്ചി നടക്കണമെന്ന് പറയും. അതായത് ഒരു പണിയില്ലാണ്ട് പീടിയക്കൊലയിലൊക്കെ പോയിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരു സൊല്യൂഷനല്ല, പെണ്ണ് കെട്ടിയാൽ നന്നാവും. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരുത്തൻ ഇതേപോലെ പെണ്ണ് കെട്ടി. അപ്പോൾ കല്യാണം പൊടി പറിക്കണം. അങ്ങനെ പറമ്പിൻ്റെ ആധാരം കൊണ്ട് ബാങ്കിൽ വെച്ച് നല്ലൊരു എമൗണ്ട് ലോൺ എടുത്ത്. അപ്പോൾ കുറേ പിരിവൊക്കെ കിട്ടാനൊക്കെ ഉണ്ട്, കളക്ഷനൊക്കെ ഉണ്ടാവില്ല കല്യാണത്തിന്. എന്ത് പറയാനാ, പണം കടമെടുത്തിട്ട് എൻ്റെ ഒരു അളിയുണ്ട്, അവൻ്റെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ച്. അളിയൻ ഇതൊക്കെ കൈകാര്യം ചെയ്ത് കൊള്ളുന്നത്. അളിയനാണ് പൈസയൊക്കെ ചിലവാക്കുന്നത്. കല്യാണം പൊടി പറിച്ച് പറഞ്ഞാൽ തലേ ദിവസം വീട്ടിൽ ഗാനമേള, ആർട്ടിസ്റ്റുകൾ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് എന്തായാലും കുടിച്ച് മറിയ കല്യാണ ചെക്കന്മാരെ കുടിച്ച്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു, എന്താ ഇങ്ങനെയൊക്കെ ലാവിഷ് ആക്കേണ്ട ആ കാര്യം. അപ്പം ഈ ബാങ്ക് ലോൺ എടുത്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ കല്യാണത്തിൻ്റെ ഒന്നും വലിയ പരിപാടി, മുന്തിയ കാറിലൊക്കെയാണ് ചെക്കനും പെണ്ണും വന്നിറങ്ങണം. ഈ ബാങ്കിലെ പൈസയാണ്. ഇത് കല്യാണം കഴിഞ്ഞ് ആൾക്കൂട്ടങ്ങളൊക്കെ പിരിഞ്ഞു പോയി. പെണ്ണ് ചെറുക്കനും ഫാമിലി മാത്രമായി 1 ദിവസമായി 2 ദിവസമായി പെണ്ണ് ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങി. ഇവൻ പണിക്ക് പോകില്ല. പക്ഷെ ബ്രോക്കർ പറഞ്ഞ് പറ്റിച്ചേക്കണ ഇപ്പോഴും പണിക്ക് പോകുന്ന ആളാണ്. അത്ര കിട്ടും ഇത്ര കിട്ടുമെന്നൊക്കെ. ഇവൻ രാവിലെ ചായ കുടിച്ചാൽ പീടിയ കോലായി പോയി, ഉച്ചക്ക് ചോറ് തിന്നാൻ വരും. പിന്നെ വാടകയ്ക്ക് താമസിച്ചാലും ലോൺ എടുത്താലൊക്കെ 1 മാസം സ്പീഡിൽ പോകും. വാടകയ്ക്ക് താമസിക്കണവർക്ക് അറിയാം, ലോൺ എടുത്ത ആൾക്കാർക്ക് അറിയാം. ഇൻസ്റ്റാൾമെൻറ്റ് വേഗമാവും. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് തന്നെ മുടങ്ങി, സെക്കൻഡും മുടങ്ങി. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല ബാങ്കിൽ. പണ്ടൊക്കെ പിന്നെ പലിശ ഇങ്ങനെ കൂടി വരുള്ളൂ. അത് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സോൾവ് ചെയ്യലാണ്. അപ്പോൾ ആ പരിപാടിയൊന്നുമില്ല. ബാങ്കൊക്കെ സ്ട്രോങ്ങാണ്, വീട്ടിലൊരു സ്വൈര്യമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി. ഇവൾക്ക് മനസ്സിലായി പണിക്ക് പോയാലേ തിന്നാൻ പറ്റുള്ളൂ, ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു മുതലാളിൻ്റെ പണിയിൽ ഇവൾ പോയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഓഫീസാണ്. അതിൽ എന്താ ഇൻഷുറൻസ്, അതേപോലെ ട്രേഡിങ്, എനിക്ക് അതിൻ്റെ പേരാ മറന്നു പോയത്. ഈ പൈസയൊക്കെ ഷെയർ മാർക്കറ്റിംഗ് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണ ആ സംഭവം. ഇതൊക്കെ പുതിയ ട്രെൻഡാണ്, അതുകൊണ്ടാണ് എനിക്ക് ആ പേര് കിട്ടാൻ. മുതലാളി റിച്ചാണ്. ഈ പെണ്ണാണെങ്കിൽ ആറ്റം ചേർക്കും. വീട്ടിൽ ഓരോ ദിവസം ചെല്ലും തോറും ഈ ബാങ്കിലെ കടഭാരം കൂടി വരുന്നത്, ചിലവുകൾ അധികരിക്കണം. അവിടെ തൊട്ടപ്പുറത്ത് വരെ പോകണമെങ്കിലും ഓട്ടോറിക്ഷ വിളിച്ചേ പോകുള്ളൂ, തള്ള. ഒരു ബസ്സിനോട് പോയാൽ മതി, എന്നാലും ഒരു ഓട്ടോറിക്ഷയിലെ യാത്ര ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ വരവറിഞ്ഞുള്ള ചിലവാക്കലല്ല. വീട്ടിൽ ശല്യം മൂത്ത് ബാങ്കിൻ്റെ വേറെയും കടങ്ങളുണ്ട്. അപ്പം ഇവളെന്തെങ്കിലും ചെയ്യൽ നിർബന്ധമായി. ഇവളുടെ വീട്ടിൽ വലിയ വകുപ്പൊന്നുമില്ല. ലാസ്റ്റ് മുതലാളിനോട് ചോദിക്കാൻ വിചാരിച്ച്, അപ്പം എന്താ ഈട് കൊടുക്കുക, ഇവളുടെ അടുത്ത് എന്ത് ഊപ്പാടുള്ളത്? ആകെ 2-3 വള ഒരു മാലയൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ ഇവൻ പാസ്സാക്കി. മുതലാളി വെട്ടി തുറന്ന് പറഞ്ഞ് സഹായിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഇങ്ങോട്ടും വേണം. അപ്പോൾ അവർക്കറിയാം, ആ മുതലാളിക്കറിയാം എൻ്റെ ചരിത്രം, ഇവരുടെ വീട്ടിലെ സ്ഥിതിയും ഒക്കെ അറിയുന്ന ആളാണ്. അപ്പോൾ പിടിച്ച് കസ്റ്റഡി കിട്ടിയ ആജീവനാന്തം കളിക്കാൻ പറ്റും. ഇവനൊരു ഉണ്ടാക്കണം. ഈ പെണ്ണ് ആകെ ധർമ്മസങ്കടമായി. അപ്പോൾ പെണ്ണിന് വാശിയാണ്. വേറൊരു കാര്യമുണ്ട് പെണ്ണുങ്ങൾക്ക്,
മനസ്സമാധാനം ഇല്ലെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ സ്വഭാവമുള്ള ഈ ചണ്ണ രാത്രി ഇവിടെ കളിക്കാൻ ചെന്നാൽ അവൾക്ക് വല്ല എൻജോയ്മെൻറ്റും ഉണ്ടാകും. ഒരു പണിക്കും പോകില്ല. അവൾ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലെ പണികൾ എടുക്കണം, എല്ലാം കഴിഞ്ഞ് നടുവെടിഞ്ഞ് ചെല്ലുമ്പോൾ ഈ കളിക്കാൻ ചെല്ലുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് കടക്കാർ തിരഞ്ഞു കയറുന്നത്. ഒരു വഴിപാടിനൊക്കെ ചിലപ്പോൾ കൊടുക്കുമെന്നല്ലാണ്ട് അവൾക്ക് എൻജോയ്മെൻ്റ് ഇല്ല. മുതലാളിയാണെങ്കിൽ എഫൾ സ്പ്രേ അടിച്ച് നല്ല ജെൻറ്റിൽമാൻ മനോഹരമായിട്ട് സംസാരിക്കും, ആശ്വസിപ്പിക്കും. അപ്പോൾ ഇവള് വിചാരിച്ചേ സ്വർഗവും നരകമൊക്കെ ഉണ്ടായില്ലെന്നൊന്നും അറിയില്ലല്ലോ. ഇവളുടെ മൈൻഡിൽ തോന്നി ഇത് മുതലാളിക്ക് വഴങ്ങാം, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇവളേക്കിരി മുതലാളി അയാളുടെ റൂമിൽ കൊണ്ടുപോയിട്ട് അസലായിട്ട് ഉള്ള ഡ്രസ്സുകളൊക്കെ അഴിച്ച് മെല്ലെ മെല്ലെ എല്ലാ പരിപാടിയും, അതായത് ഇവളെ സദ്യ മാത്രമൊക്കെ ഇട്ട് കണ്ട ഞാനൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. അത്ര ഭംഗിയുള്ള പെണ്ണ. ഗതികേട് കൊണ്ടാണ് അവളെ കിടന്നു കൊടുത്തത്. അവളുടെ സദ്യയൊക്കെ ഊരിയ മുതലേ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇങ്ങനത്തെയൊക്കെ ബന്ധപ്പെടും. അസലായിട്ട് മുതലാളി കളിച്ച് പിന്നെ ഇതൊരു ശീലമായി. പിന്നെ മുതലാളിക്ക് വേറെ ചില ബിസിനസ് ബന്ധങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ ഇവള് യൂസ് ചെയ്യും. പക്ഷെ അയാൾ പണം കൊടുക്കും, പക്ഷെ അയാൾക്ക് പറ്റിയ ആൾക്കാർക്ക് കളിക്കാൻ കൊടുക്കണം. അപ്പോൾ ഇവളും വിചാരിച്ചേ തേഞ്ഞു പോണ സാധനമൊന്നുമല്ല. പിന്നെ അത് മാത്രമല്ല, നല്ല നല്ല അസൽ ഫുഡ്, VIP ഫ്രണ്ട്ഷിപ്പും സഹവാസവും, നല്ല ഭംഗിയുള്ളൊരു പെണ്ണൊക്കെ ആകുമ്പോൾ പൈസ ഉള്ള ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാർ വാരിക്കോരി കൊടുക്കും. അത് ഇവൾക്ക് മനസ്സിലായി. ഫിസ്കന്മാരൊന്നുമല്ല ആ ടീമൊക്കെ. അങ്ങനെ അവൾ ഒരുപാട് കാലം ഈ മുതലാളി പറഞ്ഞവർക്കൊക്കെ കിടന്നു കൊടുക്കും, മുതലാളിയും കളിക്കും. അവൾ ലൈഫ് എൻജോയ് ചെയ്തു. വീട്ടിലെ ചിലവ് ഏതായാലും കഴുത്തലായില്ലൊരു ഫാമിലി മുഴുവനും. അപ്പം അങ്ങനെ ഇവളുടെ സന്നിഷ്ടമൊക്കെ നടത്തും. അല്ലാണ്ട് നല്ല പരിശുദ്ധമായിട്ട് ഒക്കെ ജീവിച്ചാൽ ആ കടം കയറി ആത്മഹത്യ അല്ലെങ്കിൽ വേറെ മാർഗമില്ല, ഓപ്ഷനില്ല. ഇവളിത് സമ്മതിച്ചുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ട് ഇവളെ നിയന്ത്രിക്കാനൊന്നും ഒരു ഒറ്റ ചേട്ടകൾക്കും അവകാശമില്ല. വീട്ടുകാർക്ക് മനസ്സിലായി ഇവൾ വരവിലേറെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയായാലും മനസ്സിലാവില്ല. അപ്പോൾ ഇവൾക്ക് തൻ്റെ ഇടം ഇവളോട് ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ ഇവൻ തന്നെ ചോദ്യം ചെയ്താൽ നീ നിൻ്റെ പണി വെക്കുന്നത്, നീ എവിടെയായിരുന്നു ഈ ബാങ്കിലെ കടം വീട്ടാനൊക്കെ, ഈ വീട്ടിലെ ചിലവ് എങ്ങനെയാണ് നടക്കണേ, നീ പീഡിയ കോലയിൽ അവിടെ ഇവിടെ പോയിരുന്നാൽ ഈ വീട്ടിലെ ചിലവ് നടക്കുക. അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ 2-3 സംഭവങ്ങളുണ്ട്. സ്വന്തം ഭാര്യമാരെ വെടികളാക്കി, മദ്യപാനം കൊണ്ട് പല പ്രശ്നങ്ങളുണ്ട്. ഭാര്യമാർ പരപുരുഷന്മാർക്ക് കിടന്നു കൊടുക്കണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഭാര്യ പുറംപടിക്കുള്ള കാരണം, അതിൽ ചെറിയ കൂടുതൽ വന്നെന്ന് പറയില്ല. അത് ഇതിലൊക്കെ പെട്ട ചില കൗട്ടുകളാണ്. പിന്നെ കുറേ സദാചാരം, ഒരു മനുഷ്യന് ഉപകാരമില്ലാത്ത എല്ലാ നാട്ടിലുള്ളതാണ് ഈ സദാചാര മലവാണങ്ങൾ. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അവരാണ് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്ന് തെറി പറഞ്ഞത്. അല്ലാണ്ട് ഇതൊന്നും ഭൂമിയിൽ നടക്കാത്ത കാര്യമല്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. മെത്രാമ്പഴയ വെടിവെച്ച് പ്രാങ്കോ മുളക്കൽ. ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 27 എന്തായിരുന്നു, സിസ്റ്റർ അഭയനെ കൊന്ന് കിണറ്റിലിട്ട 33ാമത്തെ ആണ്ട പള്ളിയിലച്ഛൻ. ചില പള്ളിയിലച്ഛന്മാരെ പറഞ്ഞാൽ കുഞ്ഞാടുകൾ അപ്പം ചടകുടഞ്ഞ് എണീക്കും. ഇപ്പോഴും ചില കുഞ്ഞാടുകളുടെ വിശ്വാസം പള്ളിയിലച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും പണ്ണാന്നാണ്. അവർക്ക് പണ്ണാൻ പാടില്ല, അവർക്ക് വെടി നിരോധിച്ചാണ് കർത്താവ്. അപ്പം തന്നെ മനസ്സിലായില്ലേ, കർത്താവൊന്നും ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി. അല്ലാണ്ട് എന്ത്, അങ്ങനെ ഉണ്ടെങ്കിൽ അവരാ തെറ്റ് ചെയ്യില്ലല്ലോ. ഭൂമിയിലെ ഏറ്റവും വലിയ തെറ്റാണ് വ്യഭിചാരം. ഇപ്പം ചില ആണുങ്ങൾ കല്യാണം കഴിച്ച് വ്യഭിചാരത്തേക്ക് പെണ്ണുങ്ങളെ തള്ളിവിടുക, ഭാര്യമാരാ. 1-2 അങ്ങനത്തെ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കണ പോലെ ഭാര്യയും ഭർത്താവും മാത്രം കളിച്ച് മക്കളുണ്ടായി അവർക്ക് മക്കളുണ്ട് അങ്ങനെയല്ല ഇവിടെ സിസ്റ്റം. ഇവിടെ കള്ള വീഡിയോക്കെ അസലായിട്ട് നടക്കുന്നുണ്ട്. തെളിവ് ഞാൻ അങ്ങോട്ട് ഇട്ടാക്കിട്ടൊക്കെയെന്ന് പറഞ്ഞുതരാം. ഈ നാട് ഇപ്പോൾ പുറംപോളിഷുള്ളൂ, ഉള്ളിലേക്കാണ് കടന്നു നോക്കണം.
ഇവിടെ എല്ലാം നടക്കുന്നുണ്ട്.